സ്ത്രീ സ്വാതന്ത്ര്യം, വിമൻ എംപവർമെൻറ്റ്, ജെൻഡർ ഈക്വാലിറ്റി, ഇങ്ങനെ ചില വാക്കുകൾ നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കാറുണ്ട്. സ്ത്രീകളായ വലിയ വലിയ സെലിബ്രിറ്റീസ്, പേഴ്സണാലിറ്റീസൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയ കഥകളൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ സ്ഥിരം കാണും. അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്കൊക്കെ നല്ല താല്പര്യമാണ്. എന്നാൽ ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഈ സാധാരണ സ്ത്രീകൾ ദിവസം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇവരൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? പലപ്പോഴും നമ്മളിവരെ മറന്നുപോകും. ഇവരൊക്കെ ദിവസം ഫൈറ്റ് ചെയ്യുന്നവരാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട്, അവർ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ബാറ്റിൽ, അവരുടെ വിജയം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഉണ്ണി ചേച്ചി, എൻ്റെ അയൽവാസിയാണ്. വയസ്സ് 35, ജോലി ഹൗസ് വൈഫ്. കൂട്ടുകുടുംബമാണ് ചേച്ചിയുടെ. അതുകൊണ്ട് വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് സഹായിക്കാനായിട്ട്. എന്നാലും വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യും. രാവിലെ 6 മണിക്ക് എണീക്കും. അപ്പത്തൊട്ട് തുടങ്ങും ക്ലീനിങ്, കുക്കിങ്, തുണി അലക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. 2 കുട്ടികളും ഉണ്ട് കേട്ടോ. പൊതുവേ വീട്ടമ്മമാർക്ക് അവരർഹിക്കുന്ന റെക്കഗ്നേഷൻ കിട്ടാറില്ല. വരുമാനമില്ലാത്ത ജോലിയാണല്ലോ. എന്നാൽ കുടുംബത്തെ നോക്കുക, കുട്ടികളുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കുക, അതും ഒരു കുറവ് കൂടാതെ നോക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശമ്പളം കിട്ടേണ്ട ജോലിയാണ്. ഉണ്ണിച്ചേച്ചിക്ക് ആരോടും പരാതിയില്ല. എപ്പോഴും ഒരു ചിരിയോടെ അല്ലാതെ ഉണ്ണിച്ചേച്ചി കാണാൻ സാധിക്കില്ല. ഹൗസ് വൈഫ്സിനെ താഴ്ത്തി കിട്ടുന്ന ആൾക്കാരോട് ഉണ്ണിച്ചേച്ചിക്ക് ഇത്രയേ പറയാനുള്ളൂ. എൻ്റെ വീട്ടിലെ ജോലി ഞാൻ തന്നെ ചെയ്യണം, എൻ്റെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. ഭർത്താവ് എന്നെ സഹായിക്കും, പക്ഷേ വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഞാൻ ജോലികൾ ഞാൻ തന്നെ ചെയ്യും. കുട്ടികളുടെ കാര്യം തന്നെ ഞാൻ ചെയ്യും. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് മായേച്ചി, വയസ്സ് 42, ജോലി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സിനിമയിലല്ല കേട്ടോ, ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ. സാധാരണ ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാംസിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആണുങ്ങളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, അതും ഒറ്റയ്ക്ക്. കൂട്ടിന് ആളെ കൊണ്ടുപോകാൻ എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് പറ്റിയ ജോലിയല്ല. എന്നാൽ കഴിഞ്ഞ 14 കൊല്ലമായി മായേച്ചി ഈ ജോലി ചെയ്യുന്നു. കൂട്ടിന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആണുങ്ങളോടൊപ്പം തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ജോലി ചെയ്യുന്നു. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിന് മായേച്ചി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, മദ്രാസ്, ബോംബെ, അങ്ങനെ. മുതിർന്ന 2 കുട്ടികളും ഉണ്ട് കേട്ടോ. ആദ്യകാലത്ത് മായേച്ചി പപ്പടം വിറ്റായിരുന്നു ജീവിച്ചിരുന്നത്. ആളുടെ മോള് നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. മോളുടെ പ്രോഗ്രാമിന് കൂട്ടുപോയും മോളെ സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഡാൻസ് ഫീൽഡിലേക്ക് മായേച്ചി വരുന്നത്. ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും മുടി കെട്ടാനും ഒക്കെ മോളെ സഹായിച്ച് പിന്നെ ആ സഹായം ഒരു പ്രൊഫഷനാക്കി മാറ്റി. ഇപ്പോൾ നിരവധി സ്റ്റേജുകൾ, നിരവധി പ്രോഗ്രാമുകൾ. വളരെ ബിസിയാണ് മായേച്ചി. മായേച്ചി ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു മായേച്ചി ജോലി ചെയ്തിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടാണ് മായേച്ചി ഇതുവരെ എത്തിയത്. ഇപ്പോഴൊക്കെയാണ് ഇപ്പോൾ സ്ത്രീകൾ ഇതൊരു പ്രൊഫഷനാക്കി മാറ്റുന്നത്. എന്നാലും കുറവാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഒരുപാട് പേര് കുറ്റം പറയാറുണ്ട്. എന്നാലും മായേച്ചി അതൊന്നും കാര്യമാക്കാറില്ല. ഇത് സ്ത്രീകൾക്ക് പറ്റിയ ജോലിയല്ല എന്ന് പറയുന്ന ആൾക്കാരോട് മായേച്ചി ഇങ്ങനെ പ്രതികരിക്കുന്നു. പലരും പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളൊരു ഇതല്ല, പോണു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് അഭിപ്രായം ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കാകെ കൂടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഇത് മാത്രമേ എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ഭർത്താവും മക്കളും അവർക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്കതിന് എൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ ഇതുവരെ ആളൊരു വാക്കുകൊണ്ട് പോലും എന്നെ ഇത് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ എനിക്കതൊരു വിഷയമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ തലങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. പലരും പകൽ ജോലി ചെയ്യണു, ചിലർ രാത്രി ജോലി ചെയ്യണു. നമ്മുടെ കെയർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ചാൽ
ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. ഇതെൻ്റെ അമ്മായിമ്മ. പേര് ഉഷ. വയസ്സ് 66. ജോലി ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറാണ്. ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് വിഘ്നേശ്വര കലാക്ഷേത്രം എന്നാണ്. 80-ലധികം കുട്ടികളുണ്ട്. സഹായത്തിന് ആരുമില്ല. ഒരു ഡാൻസ് ടീച്ചറുമില്ല. ഒറ്റയ്ക്കാണ് അമ്മ എല്ലാവരും പഠിപ്പിക്കുന്നത്. ആരെങ്കിലും സഹായത്തിന് നിയമിച്ചൂടെ എന്ന് ചോദിച്ചാൽ അതൊന്നും ശരിയാവില്ല എന്നാണ് അമ്മ എപ്പോഴും പറയാറ്. അമ്മ 8ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് ഈ ഡാൻസ് പഠിപ്പിക്കൽ. ആദ്യം അമ്മയുടെ സ്കൂളിലത്തെ ടീച്ചറിൻ്റെ മകളായിരുന്നു സ്റ്റുഡൻ്റ് ആയിരുന്നത്. ഇപ്പോൾ 55 കൊല്ലം കഴിയുന്നു. ചെറിയ കുട്ടികളും മുതിർന്ന കുട്ടികളും അമ്മമാരെ വരെ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. തികഞ്ഞൊരു കലാസ്നേഹിയാണ് അമ്മ. നൃത്തത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് പ്രായഭേദമില്ലാതെ എല്ലാവരെയും വളരെ ചിട്ടയോടെയാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത്. അമ്മ എല്ലാം പഠിപ്പിക്കും. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ എല്ലാ ഫോമും അമ്മ പഠിപ്പിക്കും. പണ്ടൊക്കെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ത്രീകളെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഈ നിലയിലെത്തിയത്. കുറേ പേരുടെ കുറ്റപ്പെടുത്തലുകളും അവഗണനയും ഒക്കെ സഹിക്കേണ്ടി വന്നു അമ്മയ്ക്ക്. ഫാമിലിയിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് ഒരു സക്സസ്ഫുൾ ഡാൻസ് ടീച്ചറായി മാറിയതിൽ അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. ഇത്ര പ്രായമായില്ലേ, ഇനി റെസ്റ്റ് ചെയ്തൂടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഡാൻസ് ഏൽപ്പിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ പറയും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന സമയത്തൊക്കെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് അമ്മയ്ക്കാണെങ്കിലും അയൽപക്കത്തുള്ളവർക്കൊക്കെ ഞാനൊരു ഡാൻസുകാരി അല്ലെങ്കിൽ ഒരു നാടകക്കാരി അങ്ങനെ ഒരു ലുക്കായിരുന്നു എല്ലാവർക്കും. പിന്നീട് അതൊരു നല്ല കാര്യമാണ്, എന്തിനാണ് ഇപ്പോൾ അത് അങ്ങനെ മോശം നമ്മൾ ചെയ്യാതെ പോകണമെന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാക്കിയെടുത്തു അത്ര പറയാം. ഞാൻ സ്വയം അതിനു വേണ്ടി ഒരാളുടെയും വാക്ക് ഞാൻ കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഡാൻസിൽ. ആ ഫീൽഡിൽ ഇപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്നും ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നാളെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് പറ്റില്ല എന്ന് തോന്നുന്നു അന്ന് ഞാൻ അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതുവരെ പറ്റുന്നത് വരെ ഞാൻ എന്താ പറയുക, ഫൈറ്റ് എന്ന് പറയില്ല, അതുപോലെ ഞാൻ ഫൈറ്റാൻ തന്നെ തീരുമാനിച്ചേക്കണേ. ഇപ്പോൾ മകൻ പണിയുണ്ട്, അച്ഛൻ പണിയുണ്ട്, അത് അവരുടെ ഇഷ്ടം. എൻ്റെ ഇഷ്ടം ഇതാണ്. ശരിയായ കാര്യത്തിന് വേണ്ടി എല്ലാ കുട്ടികളും നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, നമുക്ക് വിഷമമായിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടായാലും, ഇപ്പോൾ ഓഫീസിൽ പോയി അവിടെ പോയി ബുദ്ധിമുട്ടുണ്ടായി, ഇന്ന സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടായി, ഡാൻസ് ക്ലാസ്സിന് പോയി അതിന് ബുദ്ധിമുട്ട്, വേറൊരു തൊഴിലിന് പോയി അതിന് ബുദ്ധിമുട്ട്, നമ്മൾ കണക്കാക്കണ്ട. നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് ഞാനത് മുന്നോട്ട് പോകും, എനിക്കത് സാധിക്കുക, ആ ഒരു ചിന്ത മനസ്സിൽ വന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുക, പ്രവർത്തിക്കുക, സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വീടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിനുവേണ്ടി ഓരോ സ്ത്രീകളും എന്താ പറയുക, ഒരു ശബ്ദം എന്നുള്ള പോലെ ഫൈറ്റ് ചെയ്ത് മുന്നേറുക. ഇതെൻ്റെ അമ്മ. 57 വയസ്സായി. ഹൗസ് വൈഫാണ്. പെൺകുട്ടി ആയതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആളുടെ അമ്മ ആളുടെ പഠിപ്പ് നിർത്തി. തുടർന്ന് പഠിക്കാനായിട്ട് സ്കൂളിലത്തെ ടീച്ചർമാർ അമ്മയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ സമ്മതിച്ചില്ല. പെൺകുട്ടിയല്ലേ, പഠിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മേനെ പഠിക്കാനായിട്ട് സമ്മതിച്ചില്ല. അതിനുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പഠിച്ചിട്ട് വലിയൊരു ജോലി നേടണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. ആ ആഗ്രഹം പിന്നെ ഞങ്ങളിലൂടെ കാണാൻ തുടങ്ങി. എന്നെ എൻ്റെ ചേട്ടനെയും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ തന്നു. നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി നേടുക, ഇതായിരുന്നു എപ്പോഴും അമ്മ പറഞ്ഞിരുന്ന ഒരു കാര്യം. അമ്മയുടെ ശാസനയും അഡ്വൈസൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത്. ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും സങ്കടവും സന്തോഷവും വിജയങ്ങളൊക്കെ വാർത്തയാവാത്തത് കൊണ്ട് നമ്മളിവരെ ആരെയും ശ്രദ്ധിക്കാറില്ല, ആരെയും പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഈ വിമൻസ് ഡേ അങ്ങനെ ആവരുത്. നമുക്കൊരുമിച്ച് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാം, ഓണർ ചെയ്യാം. സോ ഈ വിമൻസ് ഡേ നമുക്ക് അധ്വാനിക്കുന്ന എല്ലാ സ്ത്രീകളെയും അപ്രീഷിയേറ്റ് ചെയ്യാം, വിഷ് ചെയ്യാം. A very happy Women's Day!